എനിക്ക് ബാക്ക് എൻഡിലും വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ, മാർക്കറ്റിങ്ങിലും. ആദ്യം തൊട്ടേ കഥ എഴുതി കഴിയുമ്പോൾ തന്നെ എനിക്ക് അവര് തരും, ഇതാണ് പരിപാടി. അപ്പം ഫുൾ പ്രോസസ്സിൽ നിൽക്കാം, ഡബ് ചെയ്യുമ്പോഴും അവിടെ എവിടെയൊക്കെ പോവാം. എനിക്ക് അങ്ങനെ ഒരു ഫ്രീഡം. ഇപ്പൊ ആസ് എൻ ആക്ടർ നമുക്ക് ആ പ്രോസസ്സിൽ നിൽക്കാം, എന്നാലും പല സ്ഥലത്തും ഒന്നും ഇൻവോൾവ് ആവാനോ മാർക്കറ്റിങ്ങിലൊന്നും കയറാൻ പറ്റുമായിരിക്കും. അങ്ങനത്തെ സെൻസിബിലിറ്റി ഉള്ള ആൾക്കാരും ഉണ്ട് ഇവിടെ. പക്ഷെ എനിക്ക് ഭാഗ്യവശാൽ അങ്ങനെ എല്ലാ സ്ഥലത്തും പോകാൻ പറ്റുന്നുണ്ട്. പല മേക്കേഴ്സായിട്ട് ഇൻവോൾവ് ചെയ്ത് പല ഭാഷയിലും സാധനം ചെയ്യാൻ പറ്റുന്നത് ഭയങ്കര ഭാഗ്യമായിട്ട് എഴുതുന്നു. ഇപ്പൊ ലവ്ലി പോലും എൻ്റെ അടുത്ത് ഷൂട്ട് തുടങ്ങുന്നതിന് 1 കൊല്ലം മുന്നേ റിലീസ് ആയിട്ട് വിളിച്ചിട്ട് ഒരു പരിപാടി ചെയ്യുന്നുണ്ട് ഞാൻ. വേറൊരു ആക്ടറാണ് അന്ന് പുള്ളി വെച്ചിരുന്നത്. ഒരു ഈച്ചയെ വെച്ചാൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, വേറൊരു പേരുമാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ഇത് നമുക്കൊരു പോസ്റ്റർ ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഈച്ച ഓക്കെ പിടിക്കാം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അന്നേരം ഞാൻ പിന്നെ എന്തൊക്കെയോ ഇതിലായി പോയിട്ട് പിന്നെ പുള്ളി പറഞ്ഞു പടം ഇത്തിരി പുഷ് ആയി, നമ്മൾ വേറെ രീതിക്ക് ഡെവലപ്പ് ചെയ്യുക, വിളിക്കാം കേട്ടോ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാനത് വിട്ടേ പോയി. കുറെ നാൾ ശേഷം എന്നെ ഒരു ഓഡീഷൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എന്നെ കാസ്റ്റിംഗ് ഡയറക്ടർ കൊണ്ടിരുത്തിയത് പുള്ളിയുടെ മുന്നിലാണ്. അപ്പൊ അന്ന് പുള്ളിക്ക് എന്നെ കണ്ടിട്ട് ഓർമ്മയുണ്ടല്ലോ എന്നൊക്കെയുള്ള രീതിയിലായിരുന്നേ. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു ഈച്ചയുടെ പരിപാടിയാ, മാത്യുവാ. അപ്പൊ എനിക്ക് പരിപാടി എന്നിട്ട് അങ്ങനെയാണ് ഇതിലൊരു റോളിലേക്ക് വന്നത്. അപ്പം അങ്ങനെ നേരത്തേക്ക് അറിയാൻ പറ്റുന്നുണ്ടല്ലോ.